ഭരണഘടനാ വിഭാഗത്തിൽ PSC, SSC എന്നീ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ പ്ലേലിസ്റ്റിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് തുടങ്ങാം. കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ന പദം ഏത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഏത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ശരി ഉത്തരം ഓപ്ഷൻ എ, കോൺസിസ്റ്റർ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഏത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ശരി ഉത്തരം ഓപ്ഷൻ എ, കോൺസിസ്റ്റർ. കോൺസിസ്റ്റർ എന്ന ലാറ്റിൻ പദത്തിന് സ്ഥാപിക്കുക, രൂപീകരിക്കുക, ക്രമീകരിക്കുക എന്നർത്ഥമാണ്. ലോ ഓഫ് ദി ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോ ഓഫ് ദി ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭരണഘടന. ലോ ഓഫ് ദി ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന 1949 നവംബർ 26 അംഗീകരിക്കപ്പെടുകയും 1950 ജനുവരി 26 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടന 1949 നവംബർ 26 അംഗീകരിക്കപ്പെടുകയും 1950 ജനുവരി 26 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അമേരിക്കൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടന 1787 സെപ്റ്റംബർ 17 അംഗീകരിക്കപ്പെടുകയും 1789 മാർച്ച് 4 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. വെറും 7 അനുച്ഛേദങ്ങൾ മാത്രമുള്ളതിനാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. താഴെ പറയുന്നവയിൽ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏവ? താഴെ പറയുന്നവയിൽ അലിഖിത ഭരണഘടന, അൺറിട്ടൺ ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏവ? ശരിയുത്തരം ഓപ്ഷൻ ബി, ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. താഴെ പറയുന്നവയിൽ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ? ഓപ്ഷൻ ബി, ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ഏതാണ്? ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബ്രിട്ടൻ. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ഓപ്ഷൻ സി, ബ്രിട്ടൻ. ബ്രിട്ടനെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ജന്മദേശം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ബ്രിട്ടനെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ജന്മദേശം, മദർ ഓഫ് പാർലമെൻ്ററി ഡെമോക്രസി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ലിഖിത ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ഏതാണ്? ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അമേരിക്ക. ലിഖിത ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അമേരിക്ക. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്? അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 1789. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി, 1789. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്, ഫാദർ ഓഫ് US കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ആര്? അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്, ഫാദർ ഓഫ് US കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി, ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ അമേരിക്കയുടെ 4ാമത്തെ പ്രസിഡന്റ് ആയും സേവനമനുഷ്ഠിച്ചു. 1809 തൊട്ടിട്ട് 1817 വരെ. അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യ 10 ഭേദഗതികൾ എന്താണ് അറിയപ്പെടുന്നത്? അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യത്തെ 10 ഭേദഗതികൾ എന്താണ് അറിയപ്പെടുന്നത്? ശരിയുത്തരം ഓപ്ഷൻ എ, ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ ഭരണഘടനയിലെ ആദ്യത്തെ 10 ഭേദഗതികൾ എന്താണ് അറിയപ്പെടുന്നത്? ശരിയുത്തരം ഓപ്ഷൻ എ, ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ് 1791 ഡിസംബർ 15 പ്രാബല്യത്തിൽ വന്നു. ബിൽ ഓഫ് റൈറ്റ്സ് 1791 ഡിസംബർ 15 പ്രാബല്യത്തിൽ വന്നു. മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിലെ ഏത് ഭാഗത്തു നിന്നാണ്? മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിലെ ഏത് ഭാഗത്തു നിന്നാണ്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബിൽ ഓഫ് റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിലെ ഏത് ഭാഗത്ത് നിന്നാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബിൽ ഓഫ് റൈറ്റ്സ്. പ്രത്യക്ഷ ജനാധിപത്യ ഡയറക്റ്റ് ഡെമോക്രസി മാർഗങ്ങൾ നിലവിലുള്ള രാജ്യം ഏതാണ്? പ്രത്യക്ഷ ജനാധിപത്യം ഡയറക്റ്റ് ഡെമോക്രസി മാർഗങ്ങൾ നിലവിലുള്ള രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്വിറ്റ്സർലാൻഡ്. പ്രത്യക്ഷ ജനാധിപത്യം ഡയറക്റ്റ് ഡെമോക്രസി മാർഗങ്ങൾ നിലവിലുള്ള രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്വിറ്റ്സർലാൻഡ്. നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു നിയമത്തിന്മേൽ ജനാഭിപ്രായം വോട്ടെടുപ്പിലൂടെ പ്രകടമാക്കുന്ന പ്രത്യക്ഷ ജനാധിപത്യ മാർഗം ഏതാണ്? നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു നിയമത്തിന്മേൽ ജനാഭിപ്രായം വോട്ടെടുപ്പിലൂടെ പ്രകടമാക്കുന്ന പ്രത്യക്ഷ ജനാധിപത്യ മാർഗം ഏതാണ്? ശരിയായ ഉത്തരം ജനഹിത പരിശോധന റഫറണ്ടം. നിയമനിർമ്മാണ സഭ പാസാക്കിയ ഒരു നിയമത്തിന്മേൽ ജനാഭിപ്രായം വോട്ടെടുപ്പിലൂടെ പ്രകടമാക്കുന്ന പ്രത്യക്ഷ ജനാധിപത്യ മാർഗം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി ജനഹിത പരിശോധന റഫറണ്ടം. ഒരു നിയമത്തെ അംഗീകരിക്കാനോ നിരാകരിക്കാനോ ജനങ്ങൾക്ക് നേരിട്ട് അവസരം ലഭിക്കുന്ന പ്രത്യക്ഷ ജനാധിപത്യ മാർഗം ഏതാണ്? ഒരു നിയമത്തെ അംഗീകരിക്കാനോ നിരാകരിക്കാനോ ജനങ്ങൾക്ക് നേരിട്ട് അവസരം ലഭിക്കുന്ന പ്രത്യക്ഷ ജനാധിപത്യ മാർഗം ഏതാണ്? ശരിയായ ഉത്തരം ജനഹിത പരിശോധന റഫറണ്ടം. ഒരു നിയമത്തെ അംഗീകരിക്കാനോ നിരാകരിക്കാനോ ജനങ്ങൾക്ക് നേരിട്ട് അവസരം ലഭിക്കുന്ന പ്രത്യക്ഷ ജനാധിപത്യ മാർഗം ഏതാണ്? ശരിയായ ഉത്തരം ജനഹിത പരിശോധന റഫറണ്ടം. സ്വിറ്റ്സർലാൻഡ് ഈ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കുന്ന രാജ്യമാണ്. സ്വിറ്റ്സർലാൻഡ് ജനഹിത പരിശോധന വ്യാപകമായി ഉപയോഗിക്കുന്ന രാജ്യമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് ജനങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് വോട്ടെടുപ്പിലൂടെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന പ്രത്യക്ഷ ജനാധിപത്യ മാർഗം ഏതാണ്? തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് ജനങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് വോട്ടെടുപ്പിലൂടെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന പ്രത്യക്ഷ ജനാധിപത്യ മാർഗം ഏതാണ്? ശരിയായ ഉത്തരം തിരിച്ചുവിളിക്കൽ റീകാൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി തിരിച്ചുവിളിക്കൽ റീകാൾ. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന് ജനങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് വോട്ടെടുപ്പിലൂടെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന പ്രത്യക്ഷ ജനാധിപത്യ മാർഗമാണ് തിരിച്ചുവിളിക്കൽ അല്ലെങ്കിൽ റീകോൾ. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്ലെബിസൈറ്റ്. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്ലെബിസൈറ്റ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന പ്രസിദ്ധ നിർവചനം ആരുടേതാണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന പ്രസിദ്ധ നിർവചനം ആരുടേതാണ്? ശരിയായ ഉത്തരം എബ്രഹാം ലിങ്കൺ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന പ്രസിദ്ധ നിർവചനം ആരുടേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ 1863 ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ ജനാധിപത്യത്തെ ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ എന്ന് വിശേഷിപ്പിച്ചു. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. ജനാധിപത്യം സഹിഷ്ണുതയാണ്, നമ്മോട് യോജിക്കുന്നവരോട് മാത്രമല്ല വിയോജിക്കുന്നവരോടുമുള്ള സഹിഷ്ണുതയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു. ജനാധിപത്യം സഹിഷ്ണുതയാണ്, നമ്മോട് യോജിക്കുന്നവരോട് മാത്രമല്ല വിയോജിക്കുന്നവരോടുമുള്ള സഹിഷ്ണുതയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അമർത്യ സെൻ. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ ബി അമർത്യ സെൻ. അമർത്യ സെൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും 1998 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാവുമാണ്.
അമർത്യ സെൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും 1998 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാവുമാണ്. ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിത റിട്ടൺ കോഡ് ഓഫ് ലോസ് ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിത റിട്ടൺ കോഡ് ഓഫ് ലോസ് ഏതാണ്? ശരിയുത്തരം ഹമ്മുറാബി കോഡ്. ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിത അല്ലെങ്കിൽ റിട്ടൺ കോഡ് ഓഫ് ലോസ് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഹമ്മുറാബി കോഡ്. ഹമ്മുറാബി കോഡ് ബാബിലോണിയൻ രാജാവായ ഹമ്മുറാബി ഏകദേശം ക്രിസ്തുവിന് മുമ്പ് 1792-1750 രൂപപ്പെടുത്തിയതാണ്. ഈ നിയമസംഹിതയിൽ 282 നിയമങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഹമ്മുറാബി കോഡ് ബാബിലോണിയൻ രാജാവായ ഹമ്മുറാബി രൂപപ്പെടുത്തിയതാണ്. ഈ നിയമസംഹിതയിൽ 282 നിയമങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഹമ്മുറാബി കോഡ്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഹമ്മുറാബി കോഡ്. ലോകത്തിലെ ആദ്യ നിയമദാതാവ് ലോ ഗിവർ എന്നറിയപ്പെടുന്നത് ആര്? ലോകത്തിലെ ആദ്യ നിയമദാതാവ് ലോ ഗിവർ എന്നറിയപ്പെടുന്നത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഹമ്മുറാബി. ലോകത്തിലെ ആദ്യ നിയമദാതാവ് ലോ ഗിവർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഹമ്മുറാബി. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക മനു എന്നറിയപ്പെടുന്നത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഓപ്ഷൻ ബി ഇന്ത്യ. 1950 ജനുവരി 26 ഭരണഘടന പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി നൗറു. ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം ഓപ്ഷൻ സി നൗറു. ലോകത്തിലെ ജനാധിപത്യത്തിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ലോകത്തിലെ ജനാധിപത്യത്തിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗ്രീസ്. ലോകത്തിലെ ജനാധിപത്യത്തിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗ്രീസ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ ക്രാഡിൽ ഓഫ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ ക്രാഡിൽ ഓഫ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗ്രീസ്. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ ക്രാഡിൽ ഓഫ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം ഓപ്ഷൻ ബി ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ. ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സോഷ്യൽ കോൺട്രാക്ട്. ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സോഷ്യൽ കോൺട്രാക്ട്. ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം ജീൻ ജാക്ക് റൂസോ 1762 രചിച്ചതാണ്. ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം ജീൻ ജാക്ക് റൂസോ 1762 രചിച്ചതാണ്. പാർലമെൻറ്റുകളുടെ മാതാവ് മദർ ഓഫ് പാർലമെൻറ്റ്സ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? പാർലമെൻറ്റുകളുടെ മാതാവ് മദർ ഓഫ് പാർലമെൻറ്റ്സ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്വിറ്റ്സർലൻഡ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം ഓപ്ഷൻ സി സ്വിറ്റ്സർലാൻഡ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ യഥാർത്ഥ അധികാരം കൈയാളുന്നത് ആരാണ്? ഒരു ജനാധിപത്യ രാജ്യത്തിൽ യഥാർത്ഥ അധികാരം കൈയാളുന്നത് ആരാണ്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ജനങ്ങൾ. ഒരു ജനാധിപത്യ രാജ്യത്തിൽ യഥാർത്ഥ അധികാരം കൈയാളുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ജനങ്ങൾ. ജനങ്ങൾ താൽപ്പര്യമെടുത്ത് കൊണ്ടുവന്ന ഒരു നിയമം നിയമസഭ പാസ്സാക്കാതിരുന്നാൽ അന്തിമ തീരുമാനമായി അത് ആരുടെ മുന്നിലാണ് സമർപ്പിക്കുന്നത്? ജനങ്ങൾ താൽപ്പര്യമെടുത്ത് കൊണ്ടുവന്ന ഒരു നിയമം നിയമസഭ പാസ്സാക്കാതിരുന്നാൽ അന്തിമ തീരുമാനത്തിനായി അത് ആരുടെ മുന്നിലാണ് സമർപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സമ്മതിദായകർക്ക്, ഇലക്ടറേറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി സമ്മതിദായകർക്ക്, ഇലക്ടറേറ്റ്. ജനങ്ങൾ താൽപ്പര്യമെടുത്ത് കൊണ്ടുവന്ന ഒരു നിയമം നിയമസഭ പാസ്സാക്കാതിരുന്നാൽ അന്തിമ തീരുമാനത്തിനായി അത് ആരുടെ മുന്നിലാണ് സമർപ്പിക്കുന്നത്? ശരിയായ ഉത്തരം സമ്മതിദായകർക്ക്, ഇലക്ടറേറ്റ്. ജനങ്ങൾക്ക് ആവശ്യമായി തോന്നുന്ന ഒരു നിയമത്തിൻ്റെ പൂർണ്ണരൂപമോ സംക്ഷിപ്ത രൂപമോ സമർപ്പിക്കേണ്ടത് എവിടെയാണ്? ജനങ്ങൾക്ക് ആവശ്യമായി തോന്നുന്ന ഒരു നിയമത്തിൻ്റെ പൂർണ്ണരൂപമോ സംക്ഷിപ്ത രൂപമോ സമർപ്പിക്കേണ്ടത് എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിയമനിർമ്മാണ സഭയിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിയമനിർമ്മാണ സഭയിൽ. ജനങ്ങൾക്ക് ആവശ്യമായി തോന്നുന്ന ഒരു നിയമത്തിൻ്റെ പൂർണ്ണരൂപമോ സംക്ഷിപ്ത രൂപമോ സമർപ്പിക്കേണ്ടത് എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിയമനിർമ്മാണ സഭയിൽ. ഇതിൻ്റെ പാർട്ട് 2 വേണ്ടവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു.